കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് പൂട്ടിയത് സുരക്ഷാ ആശങ്കയെ തുടർന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര നീക്കം. അതിനിടെ അക്കൗണ്ട് പൂട്ടണമെന്നാവശ്യപ്പെട്ട് സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെയ്ക്ക് വധഭീഷണി സന്ദേശം ലഭിച്ചു. അക്കൗണ്ട് പൂട്ടിയ കേന്ദ്ര സർക്കാർ നടപടിയെ പരിഹസിച്ച് കോൺഗ്രസ് രംഗത്തെത്തി. നടപടി അപഹാസ്യമെന്ന് ജോൺ ബ്രിട്ടാസ് എം പി 24-നോട് പറഞ്ഞു. രാജ്യത്തിന്റെ പരമാധികാരത്തിന് ഭീഷണിയെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ എക്സ് ഹാൻഡിൽ പൂട്ടിയത്. അക്കൗണ്ടിലൂടെ പങ്കുവയ്ക്കുന്ന ഉള്ളടക്കം പ്രകോപനപരമെന്ന് ചൂണ്ടിക്കാട്ടി IT ആക്ട് സെക്ഷൻ 69A അനുസരിച്ചാണ് നടപടി. അതിനിടെ തനിക്ക് വധഭീഷണി ലഭിച്ചതായി കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ ആരോപിച്ചു. പണം വാങ്ങി അക്കൗണ്ട് പൂട്ടണമെന്നും അല്ലെങ്കിൽ അമേരിക്കയിലാണെങ്കിലും വധിക്കുമെന്ന ഭീഷണി സന്ദേശം അഭിജിത്ത് ദീപ്കെ എക്സ് ഹാൻഡിൽ ഷെയർ ചെയ്തു. CJPയോടുള്ള സമീപനം കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുമെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി വ്യക്തമാക്കി. അഭിപ്രായ പ്രകടനങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് വലിയ പ്രത്യാഘാതമുണ്ടാക്കുമെന്ന ജോൺ ബ്രിട്ടാസ് എംപിയും പുകയുന്ന ജനരോക്ഷമെന്ന ഡോക്ടർ ശശി തരൂർ എംപിയും പ്രതികരിച്ചു. ഒരു സുപ്രീം കോടതി മുഖ്യ ന്യായാധിപൻ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ പാറ്റയെന്നും പരാന്നജീവികൾ എന്നൊക്കെ വിളിച്ചു കഴിയുമ്പോൾ എവിടേക്കാണ് ഈ ചെറുപ്പക്കാർ പോകേണ്ടത്? അവരുടെ രോഷം എവിടേക്കെങ്കിലും ചാനലൈസ് ചെയ്യണ്ടേ? അതിന്റെ ഒരു വെന്റിലേഷനാണ് യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടിക്ക് പിന്നാലെ ഓഗി ജനതാ പാർട്ടി അഥവാ OJP എന്ന പുതിയൊരു പാർട്ടി കൂടി സോഷ്യൽ മീഡിയയിൽ രൂപമെടുത്തിട്ടുണ്ട്. പാർട്ടികളെ ഇല്ലാതാക്കുകയാണ് ലക്ഷ്യം. അഭിജിത്ത് ദീപ്കെയ്ക്ക് ആം ആദ്മി പാർട്ടിയുമായി ബന്ധമുണ്ടെന്നാണ് ഓഗി ജനതാ പാർട്ടിയുടെ ആരോപണം. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.